അതെ ഈ സ്ഥലത്ത് എന്ത് നടക്കുന്നത് നമ്മൾ അടിച്ചു നോക്കിയത് തമിഴ്നാട്ടിലെ സ്ഥലമായിരുന്നു താഴെ അടിച്ചു അതാ വരാൻ ഞങ്ങളുടെ സ്ഥലം ഈ നാട്ടിലില്ലല്ലോ. ഞാൻ പറഞ്ഞു ഈ ഭൂപടത്തിനും ഇല്ലാത്തൊരു സ്ഥലമാണ് അങ്ങനെ പറയണം. നമ്മൾ ഇളക്കുന്തല്ല അടിച്ചു അത് ആലപ്പുഴ ഇങ്ങോട്ട് വരാനായിട്ട് ഞങ്ങളൊരു ആന്റിയെ സഹായിച്ചു. ആ പപ്പടം ഇത് കുത്തി തുറന്ന് കഴുകി ഉണക്കി അതാണ് ഇത് കണ്ടപ്പോ അത് എല്ലാരും ചോദിക്കും അത് എന്തിനാ കായം കുടഞ്ഞിടുന്നേന്ന്. ചക്കരമ്മ പറ മോനെ ബസ്സിന് ഇങ്ങോട്ട് വന്നു. ട്രെയിൻ യാത്രയല്ലേ സുഖം. പക്ഷേ കൂടുതൽ ദൂരമുണ്ട്. അല്ല ട്രെയിൻ ടിക്കറ്റ് കിട്ടത്തില്ല. അതെ എന്റെ ഫോൺ എടുത്തു ശരിയല്ല ഒത്തിരി വരുന്നു കാല് പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 4 മണിയൊക്കെ ആയപ്പോൾ പോരുന്നതായിട്ട് നമ്മുടെ ചാനലൊക്കെ തുടങ്ങി ആദ്യമൊക്കെ നമ്മളെ പരിചയപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളതാണ് ദീപ്തികുട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞ മോനിക്കുട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വീഡിയോസ് കാണാൻ തുടങ്ങിയത്. അത്രയും അവനോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ എത്രയോ നാളായിട്ട് മോനിക്കുട്ടനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തവണ ചേട്ടൻ അവധിക്ക് വരുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് വന്നത്. ചൊവ്വാഴ്ച തിരിച്ചു പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പാഞ്ഞ് വന്നതാണ്. അപ്പോൾ ദീപ്തിക്കുട്ടിയൊക്കെ അങ്ങോട്ട് വന്നു, ഫാർമസിയുടെ അവിടോട്ട് വന്നു. ഞങ്ങൾ പിന്നെ അവിടുന്ന് ഒരു ഓട്ടോയ്ക്കാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നു സംസാരിച്ചു. മോനിക്കുട്ടനോട് ഒത്തിരി സ്നേഹം പറഞ്ഞു, ഉമ്മ കൊടുത്തു, ചക്കരയുമ്മ വാങ്ങിച്ചു. ഇപ്പം പിന്നെ ഞാൻ അവർക്ക് തിരിച്ചു പോകാൻ നമ്മൾ ഓട്ടോ വിളിച്ചു, അവരങ്ങോട്ട് പോയി. പിന്നെ അമ്മ വീട്ടിലോട്ട് പോയതാണ്, റേഷൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാനും മുത്തും കൂടെ പോയി റേഷൻ വാങ്ങിച്ചിട്ട് വരാം. സൂപ്പർ മാർക്കറ്റിൽ കയറിയില്ലായിരുന്നു, അവിടുന്ന് പാലൊക്കെ മേടിക്കണം, അങ്ങോട്ട് ഒന്ന് പോകണം, പോയിട്ട് ഇപ്പോൾ വരാം. പിന്നെ അത്താഴത്തിന് ഇന്ന് മുത്തിൻ്റെ സ്പെഷ്യലാണ്. വന്നപ്പോൾ തൊട്ട് മോനിക്കുട്ടനോട് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, അതുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കിന്ന് പാചകമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ കഴിഞ്ഞ 2 ദിവസവും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നാണ് വോയിസ് കൊടുത്തത്. ഇങ്ങനെയൊന്നും അങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചാൽ ഇന്നെല്ലാം ഓക്കെ ആയെന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ എൻ്റെ വീഡിയോ ഇടുക എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടത് വരുമാനത്തിൻ്റെ കാര്യം നോക്കിയാലും സ്നേഹിക്കുന്നവരുടെ വിഷമം നോക്കിയാലും നമ്മൾ വീഡിയോ ഇടാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ ഇടാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചവരുണ്ട്, സമാധാനിപ്പിച്ചവരുണ്ട്.
പിന്നെ ആരൊക്കെ നമ്മളോട് എന്താ സമാധാനിക്കുമെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സ് സ്വസ്ഥമാകണം, അത് സ്വയം ഉണ്ടാവണം, എന്നാലേ നമുക്ക് അത്രയും ഒരു റിലാക്സേഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒന്ന് റിലാക്സ് ആവണം എന്നുള്ള ഒരു വഴിയിലേക്ക് കൊണ്ട് എത്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് നല്ല വാക്കുകൾ പറഞ്ഞു. എല്ലാവരോടും സ്നേഹം, സന്തോഷം. അപ്പോൾ ഞാൻ ഒന്ന് പോയേച്ച് ഇപ്പം വരാം. 6 മണിയൊക്കെ കഴിഞ്ഞു. അമ്മ അങ്ങോട്ട് പോയതുകൊണ്ട് മോനിക്കുട്ടൻ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങളുണ്ടായിരുന്നു. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ദീപ്തിക്കുട്ടിക്ക് മോനിക്കുട്ടനെ നേരിട്ട് കാണണമെന്നുള്ളത്. അപ്പോൾ അവർ തമ്മിൽ ഫോണിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് വലിയ സന്തോഷമായിരുന്നു. ഇന്ന് ആ സന്തോഷത്തിൻ്റെ ബാക്കിയെന്നോണമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു കടയിലൊന്ന് പോയേച്ചിപ്പോൾ വരാം കേട്ടോ. ഭയങ്കര മണം, കല്യാണ സൗഗന്ധികം. എവിടെ? അല്ല, ഓൺലൈൻ ട്രാൻസാക്ഷൻ ഉള്ള ബാങ്ക് ആണോ അത്? എന്തോ 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 കേട്ടില്ല. ഓ കേട്ടില്ല. മുഖത്തെ ഒരു സൗന്ദര്യം അവന് തലവേനയൊന്നും എടുക്കുന്നേ. അതെനിയും മുറുക്കണോ? ഏത് കൈ വെച്ചാ മേടിക്കുന്നേ? താങ്ക് യു ഇല്ലേ? ചോക്കോപ്പൈ ഒന്നും മാമി മേടിച്ചല്ല കേട്ടോ. ദീപ്തി ആന്റി മോന് കുഞ്ഞോയെയും ജാനിക്കുട്ടി എല്ലാവരെയും തിരക്കി കേട്ടോ. അടൂരുള്ള പട്ടാഴിയിലുള്ള മോനെ കുഞ്ഞോ ദീപ്തി ആന്റിക്ക് ഒരു ചക്കരുമോ, ദീപ്തി ആന്റിക്ക് ഒരു ചക്കരുമോ ഉമ്മ കൊടുക്കും. കുഞ്ഞോയ്ക്ക് തരാൻ എനിക്കല്ല, ആന്റിക്ക് ഒരു ചക്കര രണ്ട് കയ്യിലോ ചക്കരുമ കൊടുത്തേ. ഇങ്ങനെ ഉമ്മ ലവ് യു പറ. താങ്ക് യു പറ. ഇതും ദീപ്തിയാൻ്റെ കൊണ്ടുവന്നേ കേട്ടോ. എന്തുവാ കുഞ്ഞിതെന്തുവാ? ഇതെന്തുവാ കുഞ്ഞിതെന്തുവാ? അയ്യോ, അത് കുഞ്ഞായിക്കാണേ. കുഞ്ഞോയ്ക്ക് വേണേ കൊടുക്കാം, ജാനിക്കുട്ടിക്ക് വേണ്ട. ഞാനോ താങ്ക് യു പറഞ്ഞേ. ഇതെന്തോന്ന് പറഞ്ഞേ? പപ്പടം പപ്പടം പപ്പടം. ഒന്ന് ചേച്ചി, ഒന്ന് ചേച്ചി. റേഷനും മേടിച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയി പാലും ആ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ജാനിക്കുട്ടിയെ കണ്ടു, കുഞ്ഞോനെ കണ്ടു. ദീപ്തിക്കുട്ടി വന്നപ്പോൾ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പങ്കൊക്കെ അവർ കൂടി കൊടുക്കാൻ അങ്ങോട്ട് കയറി കൊടുത്തു. ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ച് ജപിച്ച് വരട്ടെ. തല പെരുക്കുന്നു. ഇന്ന് എന്താ പറയുന്നത്, ഇന്നലത്തെ എൻ്റെ ബാക്കിയായിട്ട് അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു. രാത്രിയിലൊന്നും ഉറങ്ങിയതേ ഇല്ല. പിന്നെ പുറത്ത് വേദന, നടുവിന് വേദന, അങ്ങനെയൊക്കെയുള്ള വേദനകളായിരുന്നു രാത്രിയിൽ. പിന്നെ ബാഗൊക്കെ വെച്ച് ചൂട് പിടിച്ചുകൊണ്ടൊക്കെ കുറേ നേരം കിടന്നു. പിന്നെ എപ്പോഴും ആണ് ഉറങ്ങിയത്. അതുകൊണ്ട് ആ ഒരു ക്ഷീണമുണ്ട്. അതിൻ്റെയാണ് തലപ്പെരിപ്പ് കേട്ടോ. ഞാൻ കുളിച്ചിട്ട് വരാം.
മുട്ടും അപ്പവും കൂടെ ടൗണിൽ വരെ പോയേക്കുവാണ്. ഈ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതിന് റുമാലി റൊട്ടി അന്ന് നമ്മൾ വാടകയ്ക്ക് താമസിച്ച സമയത്ത് ഒരു ദിവസം ഉണ്ടാക്കിയില്ലേ, അതുപോലെ റൊട്ടി ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് മോറിലോ അവിടെ ഷവർമ സെൻറ്ററിലോ അങ്ങാണ്ട് ഈ റുമാലി റൊട്ടി റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടുമെന്ന്, അതിനകത്ത് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ചിക്കൻ വേവിച്ച് വെക്കാൻ പറഞ്ഞു. ചിക്കൻ വെന്ത് കുറച്ച് വെള്ളം പറ്റാനും കൂടെ ഉണ്ട്. പിന്നെ ഇതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. കോളിഫ്ലവർ ഇതെങ്ങനെയാണ് നുറുക്കി എടുക്കണം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് വെച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല തല പെരുക്കുന്നു, അതുകൊണ്ടൊരു ബ്രൂ ഇട്ടൊരു കട്ടൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു കടുപ്പം ചെല്ലുമ്പോൾ ചിലപ്പം ഇച്ചിരി വെള്ളം വീണാൽ നോക്കട്ടെ. ഇച്ചിരി വെള്ളം അങ്ങോട്ട് വെച്ചേക്കുന്നു. മോനുകുട്ടിനോട് ഇരിക്കുന്നു. അമ്മമ്മ കുളിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇച്ചിരി ചോറെടുത്ത് വാർത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ചോറിന് എനിക്ക് ചോറ് എങ്ങനെയെങ്കിലും കഴിക്കണം. അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആയിപ്പോയി. കാപ്പി കുടിക്കട്ടെ. എന്തൊരു രസം. വന്നു പോകുന്നു. വാർമോസ് എന്ന് പറഞ്ഞ ഒരു കടയുണ്ട് ഇതൊക്കെ മേടിക്കാൻ പറ്റുന്നേ. അവിടെ ചെന്ന വലുതാവട്ടെ. അപ്പം ഇതിന് വശം ഇതില്ല, കട്ട് ചെയ്ത വശം മനസ്സിലായോ? ഞാൻ പെട്രോൾ അടിച്ചോ? അടുത്തൊഴിച്ചു 50 രൂപ പെട്രോൾ, വേറൊന്നുമില്ല. 50 വരെ പോകാൻ പോരെ, നാളെ ബാക്കി അടിക്കണം. മിന്നുവാരി അവിടെ ചെല്ലുമ്പോ ഇതിപ്പോ ഈ 100 രൂപയ്ക്ക് മേടിക്കത്തില്ല. ഇത് വേവിച്ചാൽ പോലെ അമ്മയുടെ ഇഷ്ടം. വറുത്ത് ക്രിസ്പി ആയിട്ട് വേണോ വേവിച്ചാൽ മതിയോ? ചിക്കൻ ഞാൻ വറക്കാം. ചിക്കൻ വറുത്തതായത് ബട്ടറിനകത്ത് ഇട്ടാന്ന് വറുത്തില്ലേ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ മതി. ഇത് നമ്മള് ഹോട്ടലിൽ കിട്ടത്തില്ല ഇങ്ങനെ കഷ്ണമായിട്ട്. അമ്മേനെ അറിയാലോ, ഞാൻ പിന്നെ പറയോ കേട്ടോ. റെഡിമെയ്ഡ് കുമാരി റൊട്ടി. കുമാരി എന്ന് റൊമാനിയാണ് എന്തോ ആ സാധനം. കഴിച്ചു നോക്കും. പക്ഷെ ഇതാ കുട്ടറോളി വെക്കില്ല. പിന്നെ ആ കോണ് തിളപ്പിക്കാനിടെ എല്ലാം തിളപ്പിച്ചോ കേട്ടോ. കോൺ പുഴുങ്ങി വെച്ചേക്കാം. ആ തിളപ്പിക്കുക. ഉദ്ദേശിച്ചു പുഴുങ്ങാൻ ഉദ്ദേശിച്ചാൽ വരും. മഞ്ഞപ്പൊടി ഇടുന്ന എന്താ സാധനം? ഇതൊക്കെ പോവാൻ അല്ലാതെ ടേസ്റ്റ് വ്യത്യാസമൊന്നും അല്ലേ? ഞാനേ സാധാരണ മഞ്ഞപ്പൊടി ഇടാൻ മഞ്ഞപ്പൊടി ഇട്ടാകും പച്ചക്കറിക്കകത്ത്. ഇത് വെള്ളത്തിൽ നമുക്ക് പുഴുങ്ങിയിട്ട് എടുക്കുന്നതിന് നല്ല പുഴുങ്ങാൻ നോക്കുമല്ലേ. ഇതിങ്ങനെ ഇടുമ്പോ കുറെ ടൈം എടുക്കും. രണ്ടായിട്ട് മുറിച്ച് അതേ ചോദിച്ചു മുറിക്കുന്ന പ്ലേറ്റിനകത്തോട്ട് കുടഞ്ഞിട്ട് പോയി. വലിയ പ്ലേറ്റ് എടു. ഞാൻ ഇവിടെ വന്ന് ഉപയോഗിക്കുന്ന ആള്
ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന്. വിശക്കുന്നേ അത് തിന്നു. എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒരു വട്ടം തിന്നു. ഇതിന്റെ മേലൂടെ ഞാൻ കഴുകും തുറക്കും, എനിക്ക് വയ്യ. ആവശ്യം കഴിഞ്ഞ അന്ന് എന്തോ ഉണ്ടാക്കി തന്നെ അത് തന്നെ ഇപ്പോഴും ഉണ്ടാക്കും. ഇവിടുത്തെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കോളിഫ്ലവർ എന്തോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കോൺ, ഇത് ബട്ടർ അല്ല ചീസ് അല്ലയോ, ബട്ടറും ചീസും ഒക്കെ ഇട്ട് നമ്മുടെ ചോളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. ഇനി ഇതെല്ലാം നമ്മുടെ റുമാലി റൊട്ടിയിൽ റോള് ചെയ്ത് അങ്ങോട്ട് എടുക്കും. നടുക്ക് കട്ടിയില്ല, അത് മുറിഞ്ഞു പോയ എൻ്റെ നടുക്കൂടി ഇങ്ങനെ. ഇത് രണ്ടും കൂടെ അപ്പൊ എങ്ങനെ കഴിച്ച് തീർക്കും? രണ്ടും കൂടി ഒന്നാക്കും. നമ്മൾ മാത്രമേ കാണത്തുള്ളൂ റോളിനകത്തൊക്കെ കോളിഫ്ലവർ. ഞാൻ കേട്ടിട്ട് പോയില്ല. പക്ഷെ കഴിക്കാൻ ഒരാളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവോ അച്ചാച്ചൻ്റെ സ്പെഷ്യൽ കഴിക്കാൻ. ആദ്യം ഇത്ര ഇട്ടുള്ളായിരുന്നു, അത് ചുറ്റി വരുമ്പോ കൊറേ എല്ലാം ഉണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പാടിട്ട് കഴിച്ചു. അത് എടുത്തോണ്ട് സോസ് അല്ല, സോസ് അല്ല, എന്തോ മയോണൈസോ. മയോണൈസ് അല്ലല്ലോ, മയോണൈസിന്റെ മറ്റേ എരിയുള്ളൊരു സാധനം. എരി ഇല്ലല്ലോ. പക്ഷെ അമ്മയ്ക്ക് എരി വേണ്ട. എരി ഇടാതെ അവനോട് മോനുക്കുട്ടനോട് ആദ്യം. അല്ല, അമ്മയ്ക്ക് അല്ല നീ ഇത് പിടിച്ച് കഴിച്ചോ? പാത്രത്തില്ല. സ്വർണ്ണം മതിയാ നിനക്ക്? ഇത് സത്യത്തിന് ഫ്രൈ ചെയ്യാമേ, ചുമ്മാ ഇട്ട്. ഇതെങ്ങനെ ഞാൻ കഴിച്ച് തീർക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. മുത്ത ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് എനിക്ക് കുറച്ച് തന്ന്, നല്ല ചൂടായിരുന്നു, എൻ്റെ വാ കൊള്ളിയെങ്കിലും ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് തണുത്തിട്ട് മതി. ഞാൻ നമ്മുടെ ഇന്ന് ഇടാനുള്ള ലോങ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമായിരുന്നു. ആ വോയിസ് കൊടുക്കാതെ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് തീർന്നൊന്നുമില്ല. ഇന്ന് വീഡിയോ ഇടാനൊന്നും പറ്റത്തില്ല, നമ്മൾ ബിസി ആയിപ്പോയി. അപ്പം ഞാനിത് കഴിക്കട്ടെ. വാ, നീ എടുക്ക, നിനക്ക് എടുക്ക, വാ. വാടാ, ഞാൻ തിന്നോളാം, വാ. അമ്മയ്ക്ക് വേണ്ട, അമ്മ കിടന്നു. രാവിലെ കൊടുക്കാം അമ്മയ്ക്ക്, ഇല്ലേ? റൊട്ടി ഇരിപ്പില്ലേ? പോയില്ല, ആവത്തില്ല. രാവിലെ നമുക്ക് സെറ്റാക്കി അമ്മമ്മയെ കഴിപ്പിക്കുന്നതായിരിക്കും. ഇത് കഴിക്കുന്നത് ഒരു 1.5 പണിയല്ലയോ? എങ്ങനുണ്ട്? സൂപ്പറാണോ?
ഉറങ്ങിക്കിടന്ന അമ്മമ്മ ദേ ഇവിടെ വന്നിരിപ്പുണ്ട്. അവർ രണ്ടുപേരുടെ പോയി വിളിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ ഇപ്പോഴാ കഴിച്ച. അവൻ പറഞ്ഞ കഴിച്ചേ ഉള്ളു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.